ആകാശവാണി. ഉത്തമ കുടുംബം തുടർ നാടകം. രചന ഉണ്ണികൃഷ്ണൻ മാടപ്പള്ളി. ശബ്ദം നൽകുന്നവർ ഡോക്ടർ തോമസ് മാത്യു, അമൽ രാജ് ദേവ്, സെലിൻ കെ വി, ജയപ്രിയ ചിറക്കടവ്, സുരേഷ് നായർ, ഉഷ കരുനാഗപ്പള്ളി, പാർവതി എസ്. സംവിധാനം റൂബി ബാബു. ഉത്തമ കുടുംബം 5-ാം ഭാഗം. അങ്ങനെ 1,00,000 കടം ആ മദാമ പരിഹരിച്ചത് കൊണ്ട് നിങ്ങൾക്കിനി മനസമാധാനത്തോടെ കിടന്നുറങ്ങാമല്ലോ അല്ലേ? അതൊക്കെ ശരിയാണെങ്കിലും ഈ അമ്മയുടെ ടെൻഷൻ കുറയുന്നില്ലല്ലോ പ്രിയമോളെ. അതെന്തിനാണ് ഇനിയും ടെൻഷൻ? ഇല്ല, സമ്മതിച്ചു. പക്ഷേ എൻ്റെ ആശങ്ക മുഴുവനും ഇപ്പോൾ നിന്നെയും എൻ്റെ മോനെയും കുറിച്ച് ഓർത്തിട്ടാണല്ലോ മക്കളെ. പ്രഭേട്ടൻ്റെ അമ്മേ, വളച്ചു കേട്ടാത്ത കാര്യം പറയുന്നുണ്ടോ? എങ്കിലിതാ കേട്ടോ, ഈ വലിയ വീടും ഇതിനോട് ചേർന്നുള്ള 20 സെന്റ് സ്ഥലവും നിങ്ങൾ രണ്ടുപേരുടെയും പേർക്ക് എഴുതി വച്ചിരിക്കുകയാണല്ലോ. അതെ, അതിനെന്തു പറ്റി? കാര്യമുണ്ടെന്ന് വെച്ചോ. നീയും നിന്റെ ഭർത്താവായ എൻ്റെ മോനും പിന്നെ നിന്റെ ചേച്ചിയും അവളുടെ കെട്ടിയനും അവരുടെ കുട്ടിയും അടങ്ങുന്ന ഈ കൂട്ടുകുടുംബ ജീവിതം എന്നും ഇങ്ങനെ തുടർന്നുകൊണ്ട് പോകാമെന്നാണോ നീ കരുതിയിരിക്കുന്നത്? എൻ്റെ അമ്മേ, അതിനെപ്പറ്റിയൊന്നും ഞാൻ ഇതേവരെ ആലോചിച്ചിട്ട് പോലും ഇല്ല. എങ്കിലൊട്ടും വൈകാതെ തന്നെ ആലോചിക്കണം. ആട്ടെ, നിന്റെയും സൗമ്യയുടെയും പേരുള്ള ഈ വീടും വസ്തുവും വിറ്റാൽ കുറഞ്ഞതൊരു 2 കോടി രൂപയ്ക്ക് അടുത്തെങ്കിലും കിട്ടില്ലേ? കിട്ടുമായിരിക്കും. ആയിരിക്കുമെന്നല്ല, ഉറപ്പായും കിട്ടും. സൗമ്യേച്ചി തിരക്കിലാണോ? അല്ലല്ലോ, എന്താ കാര്യം? സംഗതി അല്പം ഗൗരവമുള്ളതാണ്. നീ മുഖവരില്ലാതെ കാര്യം പറ. അത് പിന്നെ നമ്മുടെ ജിബുച്ചേട്ടനുണ്ടല്ലോ, ആ സീരിയലിന്റെ പ്രൊഡക്ഷൻ കൺട്രോളർ, അയാൾക്കെന്നാ പറ്റിയേ? അല്ല, കക്ഷിയുടെ കെയർ ഓഫിൽ ഒരു സാധ്യതയുണ്ടെന്ന് കുറച്ച് ദിവസം മുമ്പ് എന്നോട് പറഞ്ഞിരുന്നു. അതിനെന്താ വേണ്ടേ? അത് ആ സ്ലോട്ടിങ് എടുത്തോണ്ട് എനിക്ക് ആ പ്രോജക്റ്റിന്റെ പ്രൊഡ്യൂസർ ആയാൽ കൊള്ളാവുന്നുണ്ട്. എന്താ ചിരിക്കുന്നേ? ഇക്കൊല്ലത്തെ ഏറ്റവും വലിയ തമാശ കേട്ട് ചിരിച്ചു പോയതാ കുഞ്ഞ്. അതിന് നമ്മളല്ലാതെ മൂന്നാമതൊരാൾ ഇവിടെ ഇല്ലല്ലോ ജോക്കടിക്കാൻ. ഓഹോ, അപ്പോ നീ കാര്യമായിട്ട് പറഞ്ഞതാ? അതേന്ന്. അല്ലേടി പ്രിയേ, ഒരു സംശയം. 800 അല്ലെങ്കിൽ 1000 രൂപ ദിവസക്കൂലിക്ക് സീരിയലുകളിൽ അഭിനയിച്ചു വരുന്ന വെറും ഒരു ജൂനിയർ ആർട്ടിസ്റ്റായ നീ ഒരു മെഗാ സീരിയലിന്റെ പ്രൊഡ്യൂസർ ആവുക എന്നൊക്കെ പറഞ്ഞാ നടക്കാനിടയുള്ള യാഥാർത്ഥ്യം തന്നെ എന്ന് കൂട്ടിക്കോ. ശരി, ആയിക്കോട്ടെ. പക്ഷെ നീ ഇപ്പോൾ പറഞ്ഞതുപോലെയുള്ള സീരിയൽ പ്രൊഡക്ഷന്റെ സോഴ്സ് ഓഫ് ഇൻകം അതെങ്ങനെയെങ്കിലും കണ്ടെത്തണം. ഓക്കെ, ഉദ്ദേശം എത്ര രൂപയുണ്ടെങ്കിൽ നിനക്ക് ആ സീരിയലിന്റെ സ്ലോട്ട് കിട്ടുമെന്നാ? അത് ചാനലിൽ നിന്നുള്ള റിട്ടേൺസ് കിട്ടി തുടങ്ങുന്നത് വരെ പ്രൊഡക്ഷൻ റോള് ചെയ്തു കൊണ്ടുപോകുന്നതിനായി ഏകദേശം 1.40 നമ്മൾ ഇറക്കേണ്ടി വരും. ഈ 1.40 എന്ന് വെച്ചാ 1,40,00,000 ഒലക്കേടെ മൂട്. നീ നടക്കുന്ന കാര്യം വല്ലതും പറയടി പെണ്ണേ. അല്ല ചേച്ചി, നമ്മുടെ ഈ വീട് സ്ഥലവും കൂടി വിറ്റാൽ കുറഞ്ഞതൊരു 3 കോടിയെങ്കിലും കിട്ടത്തില്ലേ? പിന്നില്ലേ, ടൗണിനോട് ചേർന്നുള്ള ഏരിയ ആയതുകൊണ്ട് 3 കോടി ഡെഫിനറ്റ് ആയിട്ടും കിട്ടും. പ്രിയമോൾ ഇപ്പോൾ പറഞ്ഞതൊരു കലക്കൻ ഐഡിയ ആണല്ലോടാ പ്രഭേ. എന്തോന്ന്, ഈ വീട് വിറ്റാ കിട്ടുന്ന ഇവളുടെ ഷെയറും കൊണ്ട് അമ്മയുടെ മരുമോൾ ഒരു സീരിയലിന്റെ നിർമ്മാതാവാകാൻ പോകുന്നു എന്നുള്ളതാണോ? അതേടാ, എന്താ കൊള്ളൂല്ലേ? ഒരു വെടിക്ക് കിളികൾ 2 എന്നതുപോലെ ഇപ്പോഴെങ്ങാനും ഈ മണിമാളികയൊന്ന് വിറ്റ് കിട്ടിയാലേ ഇവൾക്ക് സ്വന്തമായൊരു സീരിയൽ എടുക്കുകയും ചെയ്യാം. നമുക്കൊരു വീട് വാങ്ങിച്ചിട്ട് അവിടേക്ക് താമസം മാറ്റുകയും ചെയ്യാം. ആഹാ, കേൾക്കാൻ നല്ല സുഖമുണ്ട്. പക്ഷെ നമ്മൾ മാത്രം നിരൂപിച്ചാൽ ഈ വലിയ വീടിന്റെ എടിപിടി എന്നുള്ള വിൽപ്പന എങ്ങനെ നടക്കുമെന്നാണ്. ഇതിന്റെ പകുതി അവകാശിയായ പ്രിയയുടെ ചേച്ചിയും കെട്ടിയനും കൂടി സമ്മതിച്ചിട്ട് വേണമല്ലോ. അതൊക്കെ നിങ്ങളുടെ സാമർത്ഥ്യം പോലെ ഇരിക്കും. പിന്നെ കാര്യം നടന്നു കഴിയുമ്പോൾ ഈ പുഷ്പമ്മയെ നിങ്ങളങ്ങ് കറിവേപ്പില ആക്കിയേക്കരുതെന്ന് മാത്രം. ഒരിക്കലും ഇല്ല. ദൈവാനുഗ്രഹത്തെ നമ്മുടെ ആ പ്രോജക്റ്റ് ഒന്ന് ഓണായി കിട്ടിയാലുണ്ടല്ലോ,
ആ മെഗാ സീരിയലിൽ ആദ്യാവസാനം നിറഞ്ഞു നിൽക്കുന്ന ഒരടിപൊളി അമ്മ കഥാപാത്രം ചെയ്യാൻ പോണത് സ്നേഹസമ്പന്നയായ എന്റെ ഈ പുഷ്പമായിരിക്കില്ലേന്ന്. അത് കലക്കി. ആ, അതാണ്. ഇവിടെ എന്താ അമ്മയും മോനും മരുമകളും തമ്മിലൊരു ഗൂഢാലോചന? ആ മാമ, ഒരു സന്തോഷ വാർത്തയുണ്ട്. അതെന്തോന്നടേ പ്രഭയ ഹാപ്പി ന്യൂസ്? ഇനി എന്നെ അപ്പൂപ്പ എന്ന് വിളിക്കാൻ ഒരു നവാതിഥി എങ്ങാനും രംഗപ്രവേശം ചെയ്യാൻ പോകുന്നത് മറ്റോ ആണോ? ഇതതൊന്നും അല്ല ജഗൻ ചേട്ടാ. പ്രഭയുടെയും പ്രേമോളുടെയും ഭാവി ജീവിതം ശുഭസുന്ദരമാകാൻ പോകുന്നതിനെ പറ്റിയുള്ളൊരു സംഗതിയാണ്. അതായത് ജഗമ്മാമ, താങ്കളുടെ ഇളയ മകളും സീരിയൽ ആർട്ടിസ്റ്റുമായ പ്രിയ മഹേന്ദ്രൻ എന്ന എൻ്റെ ഈ പ്രിയപത്നി ഒരു സീരിയലിൻ്റെ നിർമ്മാതാവാകാൻ പോകുന്നു. ആഹാ, ശരിയാണോ മോളെ? ആനന്ദസാഗരത്തിൽ ആറാടുവാൻ ഇതിൽ പരം എന്തോന്ന് വേണം മരുമോനെ? പക്ഷേ മാമൻ ഇപ്പോൾ പറഞ്ഞ ആ സാഗരത്തിൽ നീന്തി തുടിക്കണമെങ്കിൽ താങ്കളുടെ പ്രിയമോളുടെ അക്കൗണ്ടിൽ കുറഞ്ഞതൊരു എത്രയാടി? 1,40,00,000. ഇത്രയും ഭീമമായൊരു സംഖ്യ കൂടി വേണ്ടി വരും മാമാ. അച്ഛാ ബേട്ട, ബട്ട് എ ഡൗട്ട്. ഇവളിപ്പോൾ പറഞ്ഞ ഈ ഹ്യൂജ് എമൗണ്ട് നിങ്ങൾ എങ്ങനെ ഉദ്ധരിക്കുമെന്നാണ്? അത് പിന്നെ ജഗൻ ചേട്ടാ, പ്രിയയ്ക്കും കൂടി അവകാശമുള്ള ഈ വീടങ്ങ് വിൽക്കുകയാണെങ്കിൽ ഇവരുടെ സീരിയൽ പ്ലാനിംഗ് എല്ലാം സുന്ദര സുരഭിലമായി തീരും. ശരിയല്ലേ പുഷ്പമ്മേ? അതെ അച്ഛാ, ഇപ്പോഴാണെങ്കിൽ ആ ചാനൽ സ്ലോട്ട് കിട്ടാനുള്ള ഗോൾഡൻ ചാൻസും ഉണ്ട്. പക്ഷെ മാമ, ഇതിനെപ്പറ്റി പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു കുടുംബ കലഹം ഉണ്ടാകാനൊന്നും പാടില്ല. ദാ, എനിക്ക് എതിർപ്പൊന്നുമില്ല. എപ്പോഴായാലും ഈ വീട് വിൽക്കേണ്ടതുമാണ്. പ്രിയയെപ്പോലെ തന്നെ ഈ മാളികയുടെ തുല്യ അവകാശിയായ സൗമ്യയുടെ അഭിപ്രായം കൂടി അറിയണമല്ലോ. അച്ഛൻ ഇളയ മോളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് എന്തൊക്കെ ന്യായീകരിച്ചാലും എനിക്കും കൂടെ അവകാശമുള്ള ഈ വീട് തൽക്കാലം വിറ്റ് തുലയ്ക്കാൻ ഞങ്ങൾ ഒരുക്കമല്ല. ഇത് തന്നെയാണ് എൻ്റെയും അഭിപ്രായം. അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക. കലാകാരിയായി എൻ്റെ പ്രിയമോൾക്കൊരു നല്ല ഭാവി ഉണ്ടാകുന്നത് പോലീസ് അദ്ദേഹത്തിന് പൊണ്ടാട്ടിക്കും സൂഹിക്കുന്നില്ല അല്ലേ? ഓ, അങ്ങനെ തന്നെയാണെന്ന് വെച്ചോ. ഞങ്ങളുടെ ഒരേ ഒരു മോളെ 5-6 കൊല്ലം കഴിയുമ്പോൾ നല്ല നിലയിൽ കെട്ടിച്ചേക്കാനുള്ളതാണ്. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കൂ സുരേഷേട്ടാ. ചിന്നുവിന് കല്യാണപ്രായമാകുന്ന സമയത്ത് മാത്രമേ ഈ വീടിൻ്റെ വിൽപ്പനയെ പറ്റിയൊക്കെ ഞങ്ങൾ ആലോചിക്കുന്നുള്ളൂ. ഓ, എങ്കിൽ ഇതിൻ്റെ പേരാണ് ഇയാഗോ. ഓ, മണ്ടത്തരം പറയാതെ എൻ്റെ അമ്മേ, ഇയാഗോ അല്ല, ഈഗോ. അതെന്തോന്ന് തന്നെ ആയാലും ഇനി അഥവാ ഈ സീരിയൽ പിടുത്തം കൊണ്ട് എൻ്റെ മരുമോൾക്ക് ഇപ്പോഴുള്ളതിൻ്റെ 10 ഇരട്ടി സ്റ്റാറ്റസ് എങ്ങാനും ഉണ്ടായി പോയാലോ? അല്ലേ സൗമ്യേ? അതേന്ന് കൂട്ടിക്കോ. നിർത്ത്. ഇനി ഇതിൻ്റെ പേരിൽ ഇവിടെ ഒരു തർക്കവും വേണ്ട. ഈ വീടും സ്ഥലവും ഒന്നും വിൽക്കാതെ തന്നെ പ്രിയയുടെ ആവശ്യത്തിന് വേണ്ടിയുള്ളൊരു സൊല്യൂഷനെ പറ്റി ഞാനൊന്ന് ആലോചിക്കട്ടെ. എന്തോന്ന് സൊല്യൂഷൻ? ഞാൻ പറയാം സുരേഷേട്ടാ. ഇനി ഒരുപക്ഷെ പ്രഭയുടെ കുടുംബത്തിൻ്റെ കടബാധ്യത മാറ്റിക്കൊടുത്ത ആളിലൂടെ ആയിരിക്കുമോ? മാമൻ പ്രിയയ്ക്ക് ആവശ്യമുള്ള സീരിയൽ ബഡ്ജറ്റിന്റെ ഫണ്ട് ഉദ്ധരിക്കാൻ പോണത് ഇതല്ലേ സൗമ്യ നീ പറഞ്ഞു വന്നത്? സൗമ്യമോൾ ഉദ്ദേശിച്ചയാൾ എൻ്റെ മെറ്റിൽഡ ആണെങ്കിൽ ഞാനത് നിഷേധിക്കുന്നില്ല. അങ്ങനെയെങ്ങാനും സംഭവിച്ചാലുണ്ടല്ലോ ജഗൻ ചേട്ടാ. ഓ, ഇത്രയും ഷോപ്പിംഗ് ഒക്കെ പോരെ അമ്മേ? ഹലോ ഗൈസ്, ഞാൻ നിങ്ങളുടെ എല്ലാം സ്വന്തം ചിന്നു സുരേഷ്. ഇത്ര രാവിലെ തന്നെ ഞാൻ ഈ ലൈവിൽ വന്നിട്ടുള്ളത് ഇന്നെന്റെ ഗ്രാൻഡ് പായുടെ ഹാപ്പി ബർത്ത്ഡേ ആയതുകൊണ്ടാണ്. വളരെ ഗ്രാൻഡ് ആയിട്ട് തന്നെയാണ് അപ്പൂപ്പന്റെ സപ്തതി ആഘോഷങ്ങൾ ഞങ്ങൾ ഇന്നിവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഹേയ് ലുക്ക് ഹിയർ ഗൈസ്, 70ന്റെ നിറവിൽ നിൽക്കുന്ന ദാ ഇതാണ് എന്റെ അപ്പൂപ്പൻ. അപ്പൂപ്പ ദേ. ഹായ് ഫ്രണ്ട്സ്, ഞാൻ മുടവൻ മുകൾ ജഗന്നാഥൻ അലിയാസ് ജഗൻ ജി. മുംബൈ റിട്ടേൺഡ് ആയ എന്റെ ഈ ഗ്രാൻഡ് പാ ആള് നല്ലൊരു പെർഫോമറും കൂടിയാണ് കേട്ടോ. അപ്പൂപ്പ, ഫോർ മൈ വ്യൂവേഴ്സ് 2 വരി ഒന്ന് പാടാമോ പ്ലീസ്? അതിനെന്താ മോളെ, പാടാമല്ലോ. പൊട്ടുകുത്തടി പുടവ ചുറ്റടി ചിക്കാൻ ചിക്കാൻ ചീത പെണ്ണെ ചിക്കി ചിക്കാ. ഇത്രയും മതിയോ മോളെ? അടുത്തതും കൂടെ പോരട്ടെ? റെഡി, 1 2 3. മകളിയെ മല്ലികയെ മന്ദാരപ്പൂ കുരുവിയെ മഞ്ഞളും പൂശിവ വന്നിതാ നിന്റെ മച്ചാൻ വില്ല് വെച്ചൊരു വണ്ടിക്ക് സ്വന്തക്കാരൻ ഞാൻ. ആഹാ, അത് ശരി. നല്ലൊരു പിറന്നാളായിക്കൊണ്ട് അമ്പലത്തിലേക്കൊന്നും പോകാതെ അപ്പൂപ്പനും കൊച്ചുമോളും കൂടി ഇവിടെ FB ലൈവിൽ നിൽക്കുവാണല്ലേ? ഇതേ ചിന്നുമോളെ, നീ വഴിപാട് നടത്താനുള്ള കാശൊന്ന് വാങ്ങിച്ചേ. എന്തൊക്കെയാണ് പുഷ്പാമുമ്മേ? ശ്രദ്ധിച്ച് കേട്ടോണം. ജഗൻ ചേട്ടൻ്റെ പേരിൽ ഒരു പുഷ്പാഞ്ജലി, ഒരു ജലധാര,
ഒരു പിൻവിളക്ക്, ഒരു മുൻവിളക്ക്, പിന്നീടൊരു ഭാഗ്യസൂക്തവും. മിടുക്കി. നീ ആള് കൊള്ളാവില്ലോടി കൊച്ചേ. പുഷ്പം, ഇത്രയൊക്കെ വേണോ? കൊച്ചി രാജാവ് എന്ന മൂവി ഞാനും കണ്ടിട്ടുള്ളതാണ് അമ്മൂമ്മേ. അതിലെ ജഗതി അങ്കിൾ അമ്പലത്തിൽ വെച്ച് കാവ്യ ചേച്ചിയോട് പറഞ്ഞ ഡയലോഗല്ലേ ഇത്? അതിനെന്താ? ആഹാ, ബമ്പർ അടിച്ചല്ലോ ജഗമ്മാമ. സപ്തതി സമ്മാനമായിട്ട് നിങ്ങളത് നേടിയിരിക്കുന്നതേ പുതിയൊരു അടിപൊളി 4 വീലറാണ്. ഈ വാഹനം എൻ്റെ ഉടമസ്ഥതയിലുള്ളതാണെങ്കിലും ഇനി മുതൽ ഇതിൻ്റെ സാരഥി ഈ നിൽക്കുന്ന സാക്ഷാൽ പ്രഭാമഹേന്ദ്രൻ തന്നെ അല്ലേടേ? ആണോ? അയ്യോ, താങ്ക് യു മാമ, താങ്ക് യു. ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. സന്തോഷം കൊണ്ട് എനിക്ക് വീർപ്പ് മുട്ടുന്നു ജഗൻ ചേട്ടാ. കടം വീട്ടാനായി ആദ്യം 1 ലക്ഷം, ഇപ്പോഴിതാ ചേട്ടന് പിറന്നാൾ സമ്മാനമായിട്ട് കിട്ടിയ കാറ് എൻ്റെ മോനെ ഏൽപ്പിക്കാൻ തുടങ്ങുന്നു. ഹാ, ചെലവ് ചെയ്തേക്കണം കേട്ടല്ലോ ചിറ്റപ്പ. പിന്നെന്താ മോളെ, ചെയ്തേക്കാമല്ലോ. ഉത്തമ കുടുംബം 5ാം ഭാഗം സമാപിക്കുന്നു. രചന ഉണ്ണികൃഷ്ണൻ മാടപ്പള്ളി. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: ജഗൻജി ഡോക്ടർ തോമസ് മാത്യു, പ്രഭാ മഹേന്ദ്രൻ അമൽ രാജ് ദേവ്, സൗമ്യ സെലിൻ KV, പ്രിയ ജയപ്രിയ ചിറക്കടവ്, സുരേഷ് നായർ, ചിന്നു പാർവതി S, പുഷ്പമ്മ ഉഷ കരുനാഗപ്പള്ളി. സംവിധാന സഹായം VN ദീപ, ബിജു കല്ലുവാതിക്കൽ, N സുനിത. ഈ നാടകത്തിന്റെ 6ാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.